SJ ആണ്. ഹൊറിഗലോ എന്ന് പറയുന്ന ചാപ്റ്റർ, അതിന്റെ ഒരു സമ്മറി, അതുപോലെ തന്നെ അതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. Horigalo, a very simple and sweet, yet meaningful and thought-provoking anecdote that begins with a stone bench and ends with a great moral. ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യനും ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു നല്ല വാചകമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൊറിഗലോ എന്ന് പറയുന്നത് ഒരു വെരി സിമ്പിൾ ആൻഡ് സ്വീറ്റ് യെറ്റ് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു അനക്ഡോട്ട് ആണ്. ദാറ്റ് ബിഗിൻസ് വിത്ത് എ സ്റ്റോൺ ബെഞ്ച്. അത് തുടങ്ങുന്നത് ഒരു സ്റ്റോൺ ബെഞ്ചിലൂടെ ആണെങ്കിലും ഹൊറിഗലോ എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ബെഞ്ച് ആണ് അല്ലെ. അതുപോലെ തന്നെ അതിന് അവസാനിക്കുന്നത് ഒരു ഗ്രേറ്റ് മോറലോട് കൂടിയിട്ടാണ്. ഒരു വലിയ ഒരു ഗുണപാഠം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു കഥ അവസാനിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തുടങ്ങാം. ഈ ആളെ ഒന്ന് ഓർത്തു വെക്കുക, സുധാമൂർത്തി. ഓക്കെ, സുധാമൂർത്തിയാണ് നമ്മുടെ ഓഥർ. ഹൊറിഗലോ സുധാമൂർത്തി, മറന്നു വരുന്നത്. ഇനി നേരെ നമ്മുടെ സമ്മറിലേക്ക് വരാം. There was a large banyan tree in the author's village. ഓഥറുടെ വില്ലേജിൽ ഒരു വലിയ ബനിയൻ ട്രീ ഉണ്ടായിരുന്നു. Where she spent many hours playing. അവിടെ അവൾ ഒരുപാട് സമയം ചിലവഴിക്കാറുണ്ടായിരുന്നു കളിച്ചിട്ട്. ഓക്കെ, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവരുടെ വില്ലേജിനകത്ത്, ഓഥറുടെ വില്ലേജിനകത്ത് ഒരു വലിയ ബനിയൻ ട്രീ ഉണ്ടായിരുന്നു, ആൽമരം ഉണ്ടായിരുന്നു. ആ ആൽമരത്തിന്റെ ചുറ്റിലും അവരിങ്ങനെ ഓടി കളിക്കാറുണ്ടായിരുന്നു. ഇറ്റ് പ്രൊവൈഡഡ് എ ഗ്രേറ്റ് ഷെയ്ഡ് ആൻഡ് മെനി ട്രാവലേഴ്സ് വുഡ് റെസ്റ്റ് അണ്ടർ ഇറ്റ്. അതിനകത്ത് ഒരുപാട് ആളുകൾക്ക് തണലേകുന്ന ഈ മരത്തിന് താഴെ ഒരുപാട് ആളുകൾ വന്ന് റെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ട്രാവലേഴ്സ് ഒക്കെ റെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തുള്ള ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വന്നിട്ട് റെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. There was a ഹൊറിഗലോ under the tree. അതിന് താഴെ ഒരു സ്റ്റോൺ ബെഞ്ച് ഉണ്ടായിരുന്നു, ഹൊറിഗലോ ഉണ്ടായിരുന്നു അവർക്ക് റെസ്റ്റ് ചെയ്യാൻ. ഹൊറിഗലോ literally translates to a stone that can bear weight. ശരിക്കും ഈ ഹൊറിഗലോ എന്ന് പറഞ്ഞ ഡിക്ഷണറിയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ മീനിങ് കാണാം എന്താണ്? എ സ്റ്റോൺ ദാറ്റ് can bear weight. ഇരിക്കുന്ന ഇരിപ്പിടമാവാം, അല്ലെങ്കിൽ ചുമട് ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് അല്ലെ. അതാണ് ഹൊറിഗലോ എന്ന് പറയുന്നത്. അതാണ് കാര്യം. എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു ഇടം. ഇതാണ് എന്താ ഹൊറിഗലോ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ ഹ്യൂജ് ഫ്ലാറ്റ് സ്റ്റോൺ ദാറ്റ് വാസ് സെറ്റ് ഹൊറിസോണ്ടലി ഓൺ ടോപ്പ് ഓഫ് ടു വെർട്ടിക്കൽ സ്റ്റോൺസ്. രണ്ട് ഇങ്ങനെ കുത്തനെയുള്ള സ്റ്റോൺസിന്റെ മേലെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു പരന്ന ഒരു കല്ല് വെക്കുന്ന ഈ ഒരു പരിപാടിക്കാണ് നമ്മൾ എന്താ പറയാ, ഈ ഹൊറിഗലോ എന്ന് പറയുക. People would satisfy their thirst by drinking from earthen pots beside the bench before continuing their travels. ആളുകൾ അവരുടെ ദാഹം ശമിപ്പിക്കും. സാറ്റിസ്ഫൈ ദ തേഴ്സ്റ്റ്, ക്വെഞ്ച് എന്ന വേർഡും ഉപയോഗിക്കും. സാറ്റിസ്ഫൈഡിന് പകരം ക്വെഞ്ച് എന്ന് ഉപയോഗിക്കും. അവരുടെ ദാഹം ശമിപ്പിക്കും. അവിടെ തൊട്ടടുത്ത്, ബെഞ്ചിന്റെ തൊട്ടടുത്തായിട്ട് earthen പോട്ടിൽ വെച്ചിട്ടുള്ള തണുത്ത വെള്ളം കുടിച്ചിട്ട് ആളുകൾക്ക് ആശ്വാസം അണയാറുണ്ട്. The author's grandfather, a retired school teacher, would sit under talking to those resting there. നമ്മുടെ ഓഥറിന്റെ ഗ്രാൻഡ് ഫാദർ, സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ ഒരു പഴയ സ്കൂൾ അധ്യാപകനാണ്, റിട്ടയർഡ് ആണ്. അദ്ദേഹം ഇപ്പൊ അവിടെ ഈ പറയുന്ന ആൽമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കാറുണ്ട്. അവിടെ യാത്ര ചെയ്യുന്ന ആളുകളോട്, അല്ലെങ്കിൽ അവിടെ റെസ്റ്റ് ചെയ്യുന്ന ആളുകളോട് ഒരുപാട് നേരം അദ്ദേഹം സംസാരിക്കുന്നതും ഇവർ കാണാറുണ്ട്. The majority of them were villagers enjoying a break from the neighboring fields. തൊട്ടടുത്ത ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന ഈ കർഷകരായിട്ടുള്ള ആൾക്കാരായിരുന്നു അവിടെ അധികവും വന്ന് വിശ്രമിക്കാറ്. The topic of discussion would be their daily lives and concerns. അവരുടെ ഓരോ ദൈനംദിന ജീവിതത്തിലുള്ള പ്രയാസങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും അവരുടെ സംസാരിക്കുന്ന വിഷയങ്ങൾ പലപ്പോഴും. Grandfather would only listen, yet simply talking to him seemed to re-energize them for the road ahead. ഗ്രാൻഡ് ഫാദർ ഒന്നും ചെയ്യില്ല, അത് കേൾക്കുക മാത്രമാണ് ചെയ്യാറ്. പക്ഷെ ഗ്രാൻഡ് ഫാദറോട് സംസാരിക്കുന്നതിലൂടെ അവർക്കൊരു പുതിയ എനർജി കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ തിരിച്ചു പോകുന്ന സമയത്ത് അവർക്കൊരു പുതിയ എനർജി കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഓഥർ പറയുന്നു. They would eventually pick up their burdens with ease and continue their paths. അവർ പിന്നീട് അവരുടെ ഭാരങ്ങളൊക്കെ തലയിൽ വെച്ചിട്ട് പോകുന്ന സമയത്ത് അവർക്കൊരു സമാധാനം, ഒരു ആശ്വാസം കിട്ടിയതുപോലെ, ഈസ് കിട്ടിയതുപോലെ എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, he explained to her that in any journey a ഹൊറിഗലോ is vital. അവൾ ചോദിച്ചു എന്ത് മാജിക് ആണ് അവിടെ നടക്കുന്നത് അല്ലെ, നിങ്ങൾ അവരോട് ഇങ്ങനെ സംസാരിച്ചിട്ട് അവർക്ക് എന്ത് മാറ്റമാണ് കിട്ടുന്നത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, he explained that to her that in every journey a ഹൊറിഗലോ is vital. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഹൊറിഗലോ എന്ന് പറയുന്നത് ഒരു വൈറ്റൽ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. Everyone bears their burdens in accordance with their circumstances and abilities. നമ്മൾ ഓരോരുത്തരും നമുക്ക് പറ്റാവുന്ന ഭാരം എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ജീവിതത്തിൽ ചുമക്കുന്നുണ്ട്. ബട്ട് എവ്രി നൗ ആൻഡ് ദെൻ ദേ നീഡ് ടു ടേക്ക് എ ബ്രേക്ക്. പക്ഷെ ഓരോ സമയവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്ത് ആവശ്യമാണ്, ഒരു ചെറിയ ബ്രേക്ക് ആവശ്യമാണ്. ലേ ഡൗൺ ദ ബേർഡൻസ്, നമ്മുടെ ഈ ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കണം. ആൻഡ് റെസ്റ്റ്, ഒന്ന് വിശ്രമിക്കണം. അത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ വീക്കിൽ 7 ദിവസം ഉണ്ടെങ്കിൽ
7ാമത്തെ ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കുന്നു അല്ലെ. മൺഡേ പിന്നെ ഉഷാറായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സൺഡേ എന്ത് ബ്രേക്ക് എടുക്കുന്നത്. ഇനിയോ ഓൺലി ദെൻ will they be able to resume their റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ പിന്നെയും ഏറ്റെടുത്ത് പിന്നെയും മുൻപോട്ടേക്ക് പോകാൻ അവരെ സഹായിക്കുന്നത് അവർക്ക് ഈ ഒരു ചെറിയ ആശ്വാസം അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ബ്രേക്ക് തന്നെയാണ്. എവ്രി വൺ ഹാസ് ദ ഓപ്പർച്യൂണിറ്റി ടു ഡു സോ താങ്ക്സ് ടു ദ ഒറിഗലോ. എല്ലാവരും അവിടെ എന്താ പറയാ ഈ ഒരു ബ്രേക്ക് തന്ന, ഈ ഒരു ആശ്വാസം തന്ന ഒറിഗലോനെ ബ്ലെസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനോട് താങ്ക്സ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ് എയ്ഡ്സ് ഇൻ ദ റിക്കവറി ഓഫ് പീപ്പിൾ സ്ട്രെങ്ത്. അത് ശരിക്കും എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനാ? ദ റിക്കവറി ഓഫ് പീപ്പിൾ സ്ട്രെങ്ത്, ആളുകളുടെ ആ ഒരു റിക്കവറി, അവരുടെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ അവരെ സഹായിക്കുന്നു ഈ ഒരു നമ്മുടെ ഈ ഹൊറിഗല്ലോ എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യത്തെ സ്റ്റോറി കഴിയാണ്. ഈ ഒരു സ്റ്റോറിക്കകത്ത് ഹൊറിഗല്ലോക്കകത്ത് രണ്ട് സ്റ്റോറികളാണ് പറയുന്നത്. ഒന്ന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ സ്റ്റോറി, രണ്ടാമത് ഒരു കുറച്ച് വലിയ ആളായപ്പോ ജോലിക്ക് കിട്ടിയ സമയത്ത് അവരുടെ ഒരു കൊലീഗിന്റെ ഒരു സ്റ്റോറിയാണ്. രത്ന എന്ന് പറയുന്ന ഒരു കൊലീഗിനെ അവർ കണ്ടുമുട്ടുന്നതാണ് ഇവിടെ പറയുന്നത്. ലേറ്റർ ഇൻ ഹർ ലൈഫ് ഓതർ കെയിം അക്രോസ് രത്ന ഹർ കൊലീഗ് ഹു റിമൈൻഡഡ് ഹർ ഓഫ് ഹർ ഗ്രാൻഡ് ഫാദർ. ഈ രത്നയെ കണ്ടപ്പോ അവൾക്ക് അവളുടെ ഗ്രാൻഡ് ഫാദറിന് ഓർമ്മ വന്നു. പ്രായം കൊണ്ടല്ല, പിന്നെ എങ്ങനെ നോക്കാം. രത്ന ടു വുഡ് in every lunch break sit with some and chat openly. She would mostly listen to their problems. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചത്, ഈ ഓതർ ശ്രദ്ധിച്ചത് എന്താന്ന് വെച്ചാല് എല്ലാ ദിവസവും ഈ രത്ന എന്ന് പറയുന്ന എൽഡർലി ആയിട്ടുള്ള ഈ ഒരു ക്ലർക്കിന്റെ കൂടെ എപ്പോഴും ഈ ലഞ്ച് ബ്രേക്കിന്, അവരുടെ വാല്യുബിൾ ടൈമാണ്, ബ്രേക്ക് എടുക്കുന്ന സമയമാണ് അല്ലെ, അതിലൊരു മണിക്കൂറോളം ഇവള് ഓരോ ആളുകളോടും കൊളീഗ്സിനോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ഓക്കെ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത് കാണാം. ലിസൺസ് ടു their പ്രോബ്ലം, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത് കാണാം. നോട്ട് ഓൾവേസ് സോൾവ് their പ്രോബ്ലംസ്, പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാറില്ല. ബട്ട് ജസ്റ്റ് ബി there to provide some warmth and support, lend an ear. അവർക്കൊരു ആശ്വാസമാവാൻ, ഒരു സപ്പോർട്ട് ആവാൻ അവരുടെ കാതുകൾ അവൾ കടം കൊടുക്കാറുണ്ട്, അവരെ കേൾക്കാറുണ്ട് എന്നർത്ഥം. ഓക്കെ, ആര്? രത്ന എന്ന് പറയുന്ന ആള്. ഷീ കൺസിഡർഡ് ഷെയറിംഗ് ദ കോൺവെർസേഷൻ ഇസ് എ സിൻ. അവൾ പറയുന്നുണ്ട്, രത്ന പറയുന്നുണ്ട്, ഇവരുടെ ഈ സീക്രട്സ് ഒക്കെ അല്ലെങ്കിൽ ഇവർ പറഞ്ഞ ഈ ഒരു കോൺവെർസേഷൻസ് ഒക്കെ ഞാൻ ആരോടെങ്കിലും പറയാന്ന് പറഞ്ഞാല് അത് ബിട്രേ ചെയ്യലാണ്, അല്ലെങ്കിൽ അതൊരു വലിയ പാപമാണ്. ആസ് ദേ ട്രസ്റ്റഡ് ഹർ വിത്ത് ദിയർ സീക്രട്ട് ആൻഡ് ഷീ വുഡ് നെവർ ബിട്രേ ദം. അതുകൊണ്ട് ഞാൻ ആ വിശ്വാസം ഒരിക്കലും കളയില്ല, ഒരിക്കലും ഞാൻ അവരെ ബിട്രേ ചെയ്യില്ല, വഞ്ചിക്കുകയില്ല എന്നവള് പറയാണ്, രത്ന പറയാണ് കേട്ടോ. അവിടെ നമുക്ക് അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരാം. എവ്രി വൺ ക്യാരീസ് ദെയർ ബർഡൻ ടു ദ ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റി ആൻഡ് സർക്കംസ്റ്റൻസസ്. ഓരോരുത്തരും വലിയ വലിയ എന്താ പറയാ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ഭാരങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ദേ ഡു however need to take a break now and again to lay down their burdens unwind. നമുക്ക് ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് ഈ ഭാരങ്ങളൊക്കെ നമുക്കൊന്ന് ഇറക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ബോത്ത് ഓഫ് ദീസ് ഇൻഡിവിജ്വൽസ് were doing immense social service in their own little ways. അവരവരുടേതായ രീതിയിൽ ഈ രണ്ടുപേരും, ഗ്രാൻഡ് ഫാദറും രത്നയും, അവരുടേതായ രീതിയിൽ വലിയ ഒരു സോഷ്യൽ വർക്ക് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. No one thought of to thank them or reward them for their efforts. ആരും തന്നെ അവരെ എന്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, റിവാർഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആരും തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു റിവാർഡ് കൊടുക്കാനൊന്നും ആരും മുതിർന്നിട്ടില്ല. ബട്ട് എന്നിരുന്നാലും ദേ കണ്ടിന്യൂ ടു ഡു സോ. അവരത് ചെയ്തുകൊണ്ടേയിരുന്നു. സിൻസ് ദീസ് ആക്ട്സ് ഓഫ് കമ്പാഷൻ ബ്രോട്ട് ദം ജോയ്. കാരണം ഇത് അവർക്കൊരു സന്തോഷം നൽകിയിട്ടുണ്ടായിരുന്നു. ആളുകളുടെ ആശ്വാസത്തിലുള്ള തിരിച്ചുപോക്കുകൾ കാണുന്ന സമയത്ത്, ആളുകളുടെ മുഖത്തുള്ള പ്രസരിപ്പ് കാണുന്ന സമയത്ത് അവർക്കൊരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു. ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറി എന്ന് പറയുന്നത്. ഇതിനകത്ത് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് നോമിറ്റയുടെ ക്യാരക്ടർ സ്കെച്ചും അതുപോലെ തന്നെ രത്ന എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിന്റെ ക്യാരക്ടർ സ്കെച്ചും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ഒരു വലിയ മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ രത്ന എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഗ്രാൻഡ് ഫാദറും രത്നയും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ സമ്മറി പറഞ്ഞാൽ മതി, ഈ ചാപ്റ്ററിന്റെ സമ്മറി പറഞ്ഞാൽ മതി. ഇത് ഈ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചാൽ മതി അങ്ങനെ വരുന്ന സമയത്ത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. A horticulture is essential in any journey. It is more so when people around us are too busy in their own worlds. അല്ലെ, നമുക്ക് അത്യാവശ്യമാണ് ഈ ഒരു ഒറിഗല്ലോ. കാരണം നമ്മളൊക്കെ ചുറ്റിലുമുള്ള ആളുകൾ വളരെ ബിസിയാണ് ഈ ഒരു ബിസി ലോകത്ത്. You feel that it is necessary to post counselors in schools so that students can reveal their fears and joys to them. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നു ഒരു എല്ലാ സ്കൂൾസിലും എന്ത് വേണം, കൗൺസിലേഴ്സ് ഉണ്ടാവണം. ഓക്കെ, അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അവരുടെ ഷെയർ ചെയ്യാൻ വേണ്ടി. റൈറ്റ് എ ലെറ്റർ ടു ദ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ റിക്വസ്റ്റിംഗ് ഹിം ടു ടേക്ക് നെസസറി സ്റ്റെപ്സ് ഇൻ ദിസ് റിഗാർഡ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലെറ്റർ എഴുതാനാണ്. ആർക്കാണ് ലെറ്റർ എഴുതേണ്ടത്? മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ലെറ്റർ ആയിരിക്കും? അത് ഒരു ഫോമൽ ലെറ്റർ ആണ്.
ആദ്യം നമ്മൾ ഫ്രം അഡ്രസ് എഴുതുന്നു, താഴെ ഡേറ്റ് എഴുതുന്നു, താഴെ ടു അഡ്രസ് എഴുതുന്നു, ടു ദ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ, താഴെ കേരള ഗവൺമെന്റ് എന്നൊക്കെ പറയുന്നത് തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു അഡ്രസ് ഒക്കെ ജസ്റ്റ് ഒരു അഡ്രസ് ഒക്കെ കൊടുക്കുന്നു. താഴെ നമ്മൾ ദിവസോ അല്ലെങ്കിൽ റെസ്പെക്ടഡ് സബ്ജക്ട് എന്താണെന്ന് നമുക്കറിയാം അതിനകത്തുണ്ട് അല്ലെ. ദ നീഡ് ഓഫ് ദി നീഡ് ഓഫ് കൗൺസിലേഴ്സ് ഇൻ എവറി സ്കൂൾ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊടുക്കുക, സോറി സബ്ജക്ട് കൊടുക്കാം. താഴെ നമ്മുടെ നേരെ ടോപ്പിക്കിലേക്ക് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താണോ ആ കാര്യം ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ശേഷം നമ്മുടെ ഈ ഒരു ഹൊറിഗല്ലോ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ വെച്ചാല് ഇതവിടെ നമ്മൾ പറഞ്ഞില്ലേ, എവ്രി വൺ ക്യാരീസ് ദെയർ ബേർഡൻസ് ആൻഡ് ദ ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റീസ് ആൻഡ് സർക്കംസ്റ്റൻസസ്, എവ്രി വൺ നീഡ്സ് സം ബ്രേക്ക് എന്നൊക്കെ പറയുന്ന ഈ പോയിന്റുകൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. എന്തിനാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്, എന്തിനാണ് ഞാൻ ഈ പോസ്റ്റ് ഓഫ് കൗൺസിലേഴ്സ് ഇവിടെ വേണമെന്ന് പറയുന്നത്, ജസ്റ്റ് പറയാം. പിന്നെ നിങ്ങൾക്ക് പറയാലോ കുട്ടികൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. താഴെ നമ്മുടെ ലെറ്റർ അവസാനിപ്പിക്കുന്ന രീതിയിൽ തന്നെ താങ്കിങ് യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ യു സിൻസിയർലി ക്ലിയർ ചെയ്തുന്നു, SD സിഗ്നേച്ചർ കൊടുക്കുന്നു, പെട്ടിയിലാക്കുന്നു, പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ ഈ ഒരു ചാപ്റ്റർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട്. താങ്ക് യു.